ബ്ലാക്ക് ബോർഡ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കുന്നത് +2 അക്കൗണ്ടൻസി പാർട്ട്ണർഷിപ്പ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വില്ലാണ് എടുക്കുന്നത്. ഗുഡ് വില്ല് വാല്യൂ ചെയ്യാൻ 3 മെത്തേഡ്സാണ് ഗുഡ് വില്ല് വാല്യൂ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ദർ ആർ 3 മെത്തേഡ്സ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ. 3 മെത്തേഡ്സ്. ദ ഫസ്റ്റ് മെത്തേഡ് ഈസ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ദെൻ സെക്കൻഡ് മെത്തേഡ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. Third method, capitalization method. There are 3 methods: average profit method, super profit method, capitalization method. First, average profit method. ഇതെന്താണെന്ന് നോക്കാം. In average profit method, goodwill is calculated at agreed number of years purchase of. Agreed number of years purchase of. At agreed number of years purchase of. Number of years purchase price of average profit. Purchase price of average profit. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ആവറേജ് പ്രോഫിറ്റ് ഓഫ് പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ആവറേജ് പ്രോഫിറ്റ് ഓഫ് പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ആവറേജ് പ്രോഫിറ്റിൻ്റെ ഏതാനും മടങ്ങായിരിക്കും ഗുഡ് വില്ല്. ഏത് മെത്തേഡില്ല? അണ്ടർ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റനായിട്ട് ചോദിക്കാൻ വേണ്ടി ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. സോ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഗുഡ് വില്ല് അണ്ടർ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഗുഡ് വില്ല് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് agreed number of years purchase price of average profit of past few years. It can be illustrated with an example. Compute the value of goodwill at 3 years purchase. 3 years purchase of the average profit of the last 5 years. കഴിഞ്ഞ 5 വർഷത്തെ പ്രോഫിറ്റിൻ്റെ ആവറേജിൻ്റെ 5 മടങ്ങ് ആണ് ഗുഡ് വില്ല്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ 5 വർഷത്തെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ 4,600, സെക്കൻഡ് ഇയറിൽ 7,400, ദെൻ തേർഡ് ഇയറിൽ 9,000, ഫോർത്ത് ഇയറിൽ 4,000 ആൻഡ് ഫിഫ്ത്ത് ഇയർ 6,000. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബി ഫൈൻഡ് ഔട്ട് ആവറേജ് പ്രോഫിറ്റ്. അതിനൊരു ഇക്വേഷനുണ്ട്. ആ ഇക്വേഷൻ ആദ്യം എഴുതി വയ്ക്കുക. പ്രോബ്ലം തെറ്റാണെങ്കിൽ ഇക്വേഷൻ എഴുതി വെച്ചാൽ അതിന് മാർക്ക് കിട്ടും. 2 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ പ്രോബ്ലം പ്രതീക്ഷിക്കുക. ഇതിൻ്റെ അകത്ത് നിന്ന് ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ആകെയുള്ള പ്രോഫിറ്റിനെ എത്ര വർഷമുണ്ടോ അത്രയും വർഷങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ഇപ്പോൾ ഈസ് ഈക്വൽ ടു ഇവിടെ ഫസ്റ്റ് ഇയറിലെ പ്രോഫിറ്റ് 4,600 പ്ലസ് 7,400 പ്ലസ് 9,000 പ്ലസ് 4,000 പ്ലസ് 5,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ 5 വർഷത്തേതാണ് 5 ഇയേഴ്സ്. അപ്പോൾ ഇവിടെ ആൻസർ 30,000 ഡിവൈഡ് ബൈ 5 കിട്ടും. ആ ടോട്ടൽ പ്രോഫിറ്റ് 30,000 വരും. 30,000ത്തിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആവറേജ് പ്രോഫിറ്റ് 6,000 എന്ന് കിട്ടും. ഇനി ആവറേജ് പ്രോഫിറ്റിൻ്റെ എത്രയാണ്? 3 ഇയേഴ്സ് പർച്ചേസാണ് ഗുഡ് വിൽ. നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഗുഡ് വിൽ ഈസ് 3 ഇയേഴ്സ് പർച്ചേസ് ഓഫ്, അത് 3 മടങ്ങ്. അതുകൂടെ അവിടെ എഴുതി വെച്ചേക്ക് ആൻസർ ചെയ്യുമ്പോൾ. 3 ഇയേഴ്സ് പർച്ചേസ് ഓഫ് ആവറേജ് പ്രോഫിറ്റിൻ്റെ 3 ഇയേഴ്സ് പർച്ചേസാണ് ഗുഡ് വില്ല്. ആവറേജ് പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ ആവറേജ് പ്രോഫിറ്റ് 6,000 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സോ ഗുഡ് വില്ല് ഈസ് ഈക്വൽ ടു 6,000 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 18,000 വരും ഗുഡ് വില്ല്. 6,000ന് 3 മടങ്ങ് എടുത്തു കഴിയുമ്പം 18,000 വരും ഗുഡ് വില്ല്. അപ്പോൾ ഈ രീതിയിലൊരു പ്രോബ്ലം ചെയ്യാനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. എല്ലാവരും വീണ്ടും കണ്ട് പഠിച്ച് വയ്ക്കുക. കഴിഞ്ഞ വർഷം 2025 മാർച്ചിൽ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് ഇത് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഫൈനൽ എക്സാമിന് വരാനുള്ള സാധ്യതയുണ്ട്. ആവർത്തിച്ച് ചെയ്ത് പഠിക്കുക. ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.